ബോളിവുഡിൽ നിന്നും ഇങ്ങ് കേരളത്തിലെത്തി മികച്ച കളക്ഷൻ നേടിയെടുത്ത് തിയേറ്ററുകളിൽ വിജയിച്ച് ഇപ്പോഴത്തെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ കില്ല. ചിത്രത്തിന് ഇന്നും കേരളത്തിൽ കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 8 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 11 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. 1,50,00,000 സിനിമയുടെ കേരള ഗ്രോസ് അടുക്കുന്നു. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് 36 കോടിയിലേക്ക് എത്തുന്നു. 50 കോടി ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുക്കുമോ എന്നാണ് നിലവിൽ നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കില്ലിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ട്. രണ്ടാമത്തേത് അക്ഷയ് കുമാറിന്റെ സർഫിറ ബോക്സ് ഓഫീസ് കളക്ഷൻ ആണ്. ഇന്നലെ തിങ്കളാഴ്ച നല്ല രീതിയിൽ സിനിമ വീണ് കഴിഞ്ഞിരിക്കുകയാണ്. 1 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നലെ 2 കോടിയാണ് വേൾഡ് വൈഡ് ഗ്രോസ്. അങ്ങനെ 19 കോടി രൂപയ്ക്ക് മുകളിലേക്ക് കളക്ഷൻ മാത്രമേ 4 ദിവസങ്ങൾ കൊണ്ട് സർഫിറ എത്തപ്പെട്ടിട്ടുള്ളൂ. ഇന്നത്തെ കളക്ഷനോടെ മാത്രം 20 കോടി കളക്ഷൻ കടക്കുന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ 30 കോടി എത്തപ്പെടുമോ എന്നാണ് നിലവിൽ നാം സംശയിക്കുന്നത്. 80 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ വൻ ദുരന്ത സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. കൽക്കി 2898 AD എന്ന സിനിമയ്ക്കും കിൽ പോലെ ഇന്ന് കളക്ഷൻ വർധന നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 21 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 29 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് കേരളത്തിൽ 50 ലക്ഷം കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ 29 കോടി കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഫൈനൽ കേരള കളക്ഷൻ 30 കോടി കടക്കുന്നതാണ്. ഈ ശനി ഞായർ ദിവസങ്ങളിൽ ആ നേട്ടത്തിലേക്ക് സിനിമ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നലെ വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 950 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 1000 കോടിയിലേക്ക് സിനിമ ഈ ആഴ്ചയോടെ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ സിനിമയ്ക്ക് ഇപ്പോഴും പ്രതിദിനം കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ 10 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ട്. നേരത്തെ ഒരു ഘട്ടത്തിൽ സിനിമ പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായതോടെ ആദ്യ ദിവസങ്ങളിലെല്ലാം തന്നെ കൂടുതൽ പ്രേക്ഷകരും കരുതിയത് സിനിമ നിസ്സാരമായിട്ട് 1000 കോടിയിലേക്കും പിന്നീട് 1500-2000 കോടി ഫൈനൽ കളക്ഷനിലേക്കും എത്തുമെന്നായിരുന്നു. എന്നാൽ ഈ ഒരു ഓഫ് സീസൺ സിനിമയ്ക്ക് വിനയായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 1000 കോടിയിലേക്ക് ഫൈനൽ കളക്ഷൻ എത്തുമെങ്കിൽ പോലും സിനിമയുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കളക്ഷൻ എല്ലാം തന്നെ ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിച്ചതാണ്. എന്തായാലും നമ്മുടെ ഒരു പ്രതീക്ഷ ഇനി ചൈനയിലും ജപ്പാനിലും എല്ലാം തന്നെ റിലീസ് ചെയ്യുമ്പോൾ അവിടെ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കളക്ഷൻ എല്ലാം തന്നെ സിനിമ നേടിയെടുക്കുമെന്നാണ്. RRR പോലെ ജപ്പാനിലെല്ലാം തന്നെ കൽക്കി വേറെ ലെവൽ തരംഗമാകുകയാണെങ്കിൽ വമ്പൻ കളക്ഷൻ ഇനിയും സിനിമ നേടിയെടുക്കാം. എന്തായാലും കാത്തിരിക്കൂ കൽക്കിയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.